മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ബാക്ക്. യെസ്, ഇന്ന് നമ്മളതിൽ പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്. സംഭവം ഇറങ്ങിയ ദിവസം മുതൽ ഞാനിതൊന്ന് ഒപ്പിക്കാനായിട്ട് നടക്കുമായിരുന്നു. സോ ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. സെൻഹൈസർ മൊമെൻറ്റം TWS4. എൻ്റെ അളി ഇത് കിട്ടിയ ദിവസം മുതൽ ഞാനിത് ഉപയോഗിച്ച് വരുവാണ്. എൻ്റെ അമ്മ രക്ഷയില്ല. കിഡിലും ടോപ്പ് മൈൻഡ് ബ്ലോയിങ് കിഡിലും പ്രോഡക്റ്റ്. സംഭവം ഞാനിതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ തന്നെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും മനസ്സിലാവും. എന്നാലും ഞാൻ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് ഞാനെന്ന് വിചാരിച്ചപ്പോൾ ഒരു രക്ഷയിൽ കിഡിലും അടിപൊളി സൂപ്പർ സൗണ്ടാണ്. ഓഡിയോ ഫയൽസ് ഒക്കെയാണ് ഞാൻ ശരിക്കും സെൻഹൈസറിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കിടിലം ക്വാളിറ്റിയാണെന്ന് അവർക്ക് അറിയാം. ബാക്കിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് ഒക്കെ നോക്കുന്ന ഒരു പ്രീമിയം ഹെഡ്സെറ്റ് ഒക്കെ നോക്കുന്നവർക്ക്, അതായത് ഇതിൻ്റെ വില വരുന്നത് ഒരു 20,000 രൂപയാണ് ഇപ്പോൾ വരുന്നത്. 30K ശരിക്കും ബോക്സ് ഉള്ളത്. പക്ഷേ 20,000 രൂപയ്ക്ക് നമുക്കിപ്പോൾ ഷോപ്പുകളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രീമിയം ഹെഡ്ഫോൺ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നിങ്ങൾ പോയി കാരണം ഡെമോ പീസൊക്കെ വന്നിട്ടുണ്ടാവും ഷോപ്പുകൾ. അപ്പോൾ നിങ്ങൾ പോയി കേട്ട് നോക്കുക. ഉറപ്പായിട്ടും കേട്ടാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നും. അത്രയ്ക്ക് കിടിലം ക്വാളിറ്റിയാണ്, വൺ ക്വാളിറ്റിയാണ്. അപ്പോൾ ബാക്കി എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിനകത്തോട്ട് പോകാം. ബോക്സിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് TWS വരുന്നുണ്ട്, ഒരു USB Type A to Type C കേബിൾ വരുന്നുണ്ട്, പിന്നെ നമ്മളെ റീപ്ലേസബിൾ ഇയർബഡ്സ് വരുന്നുണ്ട്. അത്രയാണ് ബോക്സിൽ വരുന്നത്. പിന്നെ ഡോക്യുമെന്റേഷൻസ് വരുന്നുണ്ട്. അത്രേ ബോക്സിൽ വരുന്നുള്ളൂ. ഇതാണ് നമ്മളുടെ ഐറ്റം. ജമണ്ടൻ ഐറ്റം, ജിടുക്കായിട്ട് ലുക്കൊക്കെ ഭയങ്കര കിടിലാണ് കേട്ടോ. ഭയങ്കര വൻ രക്ഷയില്ല, സൂപ്പർ. ടോപ്പിലായിട്ട് സെൻഹൈസറിന്റെ ഒരു ബ്രാൻഡിംഗ് ലോഗോ വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യുന്നതിന് ബാമ്പ് Type C പോർട്ട് വരുന്നു. തൊട്ടടുത്തൊരു LED ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അത് ചാർജിന്റെ ലെവലിംഗ് അനുസരിച്ച് മാറി മാറിക്കത്ത് മൾട്ടി കളറാണ്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ചെറിയൊരു ബൾക്കിനെസ് ചിലപ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. TWS ഒക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് തള്ളിയിരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, തള്ളിയിരിക്കും. പിന്നെ ഇതിന്റെ കേസിന്റെ പുറത്തെന്ന് പറഞ്ഞാൽ ഒരു കോട്ടന്റെ പോലത്തെ കോട്ടിംഗ് ആണ്, തുണി പോലെയാണ് ശരിക്കും ഇതിന്റെ കോട്ടിംഗ്. സോ മേ ബി അത് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഴുക്കൊക്കെ പറ്റാനുള്ള സാധ്യത എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അഴുക്കൊക്കെ പറ്റും. അങ്ങനെ ചിലപ്പോൾ സൂക്ഷിക്കേണ്ടി വരും. നമ്മൾ അഴുക്കൊന്നും പറ്റാൻ സൂക്ഷിക്കേണ്ടി വരും. പിന്നെ എന്തെന്നൊക്കെ പറഞ്ഞാലും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക കിടിലം ക്വാളിറ്റി. ഈ ഒരു കോട്ടന്റെ കോട്ടിംഗ് കൊടുത്തിരിക്കുന്നത് തന്നെ ആണെങ്കിൽ പോലും ഭയങ്കര പ്രീമിയം ഫിനിഷും ക്വാളിറ്റിയും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ സെൻഹൈസറിന്റെ ഭയങ്കര ഒരു ആദ്യമൊക്കെ ഞാൻ ശരിക്കും സോണിയുടെ ഹെഡ്ഫോണുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ബോസിന്റെ ഹെഡ്ഫോണുകൾ യൂസ് ചെയ്തു. പിന്നെ ഇതെല്ലാം യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ റീസെന്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് സെൻഹൈസറിന്റെ കുറെ ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയത്. സോണിയും ബോസും ഒന്നും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ കേട്ടിടത്തോളം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര ഒരു സെൻഹൈസറിന്റെ ഫാനാണ്. കാര്യം എനിക്ക് ഭയങ്കര കിടിലം സൗണ്ട് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് സെൻഹൈസറിനകത്താണ്. ഹെഡ്ഫോൺസിന്റെയും TWSന്റെ കാര്യത്തിലൊക്കെയാണ് കേട്ടോ. സ്പീക്കേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ അനലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഹെഡ്ഫോൺസിന്റെ കാര്യത്തിൽ പേഴ്സണലി എനിക്ക് സെൻഹൈസറാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ നമ്മൾ ഇയർബഡ്സ് ഇരിപ്പുണ്ട്. മോനെ അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല, കിട്ടില്ല. ഇതൊരു ബ്ലാക്ക് ആൻഡ് കോപ്പർ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. ഇത് കൂടാതെ 2 കളർ കോമ്പിനേഷൻ കൂടെ വരുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഇയർപോഡ് ഓരോന്നെടുത്ത് അതിന്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ അതിന്റെയും ടോപ്പിൽ ഇങ്ങനെ സെൻഹൈസറിന്റെ ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ച് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈക്കുകൾ വരുന്നുണ്ട്, 2 മൈക്കുകൾ വരുന്നുണ്ട്. സംഭവം ഇതിന്റെ ഒരു കളറും കാര്യങ്ങളും ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത് തോന്നുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര വെയിറ്റ്. ഞാൻ ആക്ച്വലി ഇത് പെട്ടെന്ന് ഇതിന്റെ ബോക്സ് കിട്ടി ഞാൻ ഇത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ ഹെഡ്ഫോൺ ഭയങ്കര ബൾക്കി ആയിരിക്കും, ഹെവി ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. മീൻസ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷേ ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ശരിക്കും ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പോകണമെങ്കിൽ ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഒരു യാതൊരു രീതിയിലുള്ള ഹെവിനെസ്സും എനിക്ക് ഈ ഒരു 2-3 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മൂവി കണ്ടു, ഒരു 2-2.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെവിയിൽ വെച്ചിട്ട് മൂവി ഉണ്ട്. അപ്പോഴൊന്നും ഒരു ഹെവിനെസ്സും എനിക്ക് ശരിക്കും ഫീൽ ചെയ്തില്ല. ഭയങ്കര കംഫർട്ടായിട്ട് ഇതിന്റെ ഒരു സിൽക്കൺ പാഡ് ഒക്കെ, അതായത് ഈ ഒരു ഇയർബഡ്സ് ഉണ്ടല്ലോ നമ്മുടെ ചെവിയിൽ ഉള്ളിൽ വെക്കുന്ന ഇയർബഡ്സ് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെറിയൊരു ബൾക്കിനെസ് ഉണ്ട്. പിന്നെ ഈ ഒരു കോട്ടന്റെ ഫിനിഷ് ഇതിന്റെ ഔട്ടറിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അഴുക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഇതിനകത്തൊരു ചെറിയൊരു കോണായിട്ട് തോന്നിയത്. പിന്നെ അടുത്ത് നമുക്ക് കണക്ടിവിറ്റിയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് Bluetooth 5.4 ആണ് ഇതിന്റെ കണക്ടിവിറ്റി വരുന്നത്. സോ ഞാൻ നെറ്റ്ഫ്ലിക്സും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് ലിപ്സിങ്കിനകത്തോ കാര്യങ്ങളോ യാതൊരു ലാഗും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പ്രോപ്പറായിട്ട് ലിപ്സിംഗ് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലോ ലേറ്റൻസി മോഡ് എന്ന് പറഞ്ഞിട്ട് മോഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് വലിയ ലേറ്റൻസി ഞാൻ അങ്ങനെ ഒരു കോർ ഗെയിമറൊന്നും അല്ല കേസ്. ബിക്കോസ് ഞാൻ ഗെയിം കളിച്ചാലും മിക്ക ഗെയിമുകളും ഞാനങ്ങ് തോറ്റും. വെടിവെപ്പ് ഗെയിമുകൾ കളിച്ചാൽ എല്ലാവരും എന്നെ വെടിവെച്ച് കൊല്ലും. കാർ റേസിംഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും വണ്ടി ഓടിച്ച് കൊല്ലും, തോപ്പിച്ച് കളയും. എന്നാലും ഞാൻ ഗെയിം കളിച്ച് നോക്കിയിട്ട് വലിയ ലേറ്റൻസിയുടെ പ്രശ്നമൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. സോ അതിൽ അവർ നല്ല രീതിയിൽ ആ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈമൾട്ടേനിയസ്ലി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫോണിൽ നിങ്ങൾ കേട്ടോണ്ടിരുന്നത് പോസ് ചെയ്തിട്ട് അടുത്ത ഫോണിൽ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിട്ട് പ്ലേ ആയിക്കോളും. സോ അതിന് പ്രശ്നമൊന്നുമില്ല. മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ AI ഫീച്ചേഴ്സ് പോലുള്ള ജിമിക്സ് ഒന്നും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ശരിക്കും സെൻഹൈസർ ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർ മെയിനായിട്ട് സൗണ്ടിലാണ് ശരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. സൗണ്ടിലും സൗണ്ട് ക്വാളിറ്റിയിലും മറ്റു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. സൗണ്ട് ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് AI ഫീച്ചേഴ്സ് ഇതുവരെ ഇതിനകത്ത് വന്നല്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ നല്ല ഉറപ്പായിട്ട് വരും. പിന്നെ മറ്റേ ഫാസ്റ്റ് പെയറിംഗ് സംവിധാനം ഉണ്ടല്ലോ, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഡിവൈസുകൾ ഡിറ്റക്ട് ചെയ്തതും അതിങ്ങനെ പെയറിംഗിന്റെ സംഭവം ഓപ്പൺ ആയിരുന്നു. ആ സംഭവങ്ങളും ഇതിനകത്ത് വന്നിട്ടില്ല. പക്ഷേ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഈസിലി സെർച്ച് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. പിന്നെ സെൻഹൈസറിന്റെ തന്നെ സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട് സെൻഹൈസറിന്റെ തന്നെ. അത് മസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ബിക്കോസ് അത് എല്ലാ ഡിവൈസിലും നമുക്ക് ആൻഡ്രോയിഡിലാണെങ്കിലും ഐഫോണിലാണെങ്കിലും എല്ലാം അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ശരിക്കും ഇതിന്റെ ഒപ്റ്റിമം പെർഫോമൻസ്, അതായത് നല്ല രീതിയിൽ കസ്റ്റം ചെയ്ത് കോൺഫിഗർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. എങ്കിലേ നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി പക്കായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാനിതൊന്ന് ചെവിയിൽ വെച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത്
ഈ രീതിയിലാണ് ശരിക്കും നമ്മൾ വെക്കുന്നത്. നമ്മൾ ചെവിയിലോട്ട് വെക്കുമ്പോഴത്തേക്ക് തന്നെ പവർ ഓൺ കണക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ശരിക്കും ഇതൊരു ബൾക്കി സംഭവം പോലെ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ലൈറ്റാണ്, ശരിക്കും ലൈറ്റാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഇത് ഈ ഒരു സാധനം ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നത്തില്ല. പിന്നെ മേ ബി ചിലപ്പോൾ ചിലർക്ക് ഈ പറയുന്ന ഇയർ ബഡ്സ് ഉണ്ടല്ലോ, ചിലരുടെ ചെവിയുടെ സൈസ് അനുസരിച്ച് ആ ഒരു ഇയർ ബഡ്സ് ചിലപ്പോൾ ചേഞ്ച് ഇട്ട് പ്രോപ്പർ ആക്കേണ്ടി വരുമായിരിക്കും. പിന്നെ സംഭവം ശരിക്കും എനിക്ക് ഇതിന്റെ ഈ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കോപ്പർ ഫിനിഷ് വരുന്ന ശരിക്കും ഈ ഒരു നല്ല ഭയങ്കര കിട്ടുന്ന പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു കോപ്പർ ഫിനിഷ് വരുമ്പോഴത്തേക്ക്. അതുപോലെ ഇനിയർ ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന്റെ സെൻസേഴ്സ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് കണക്ട് ആവും, ചെവിയിൽ നിന്ന് ഊരി എടുക്കുമ്പോഴത്തേക്ക് സോങ് ഒക്കെ പോസ് ആവുന്നതും ആ ഒരു ഫീച്ചർ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പാട്ടോണ എൻ്റെ കൈ തട്ടിട്ട് ഒരു സംഭവം ഞാൻ നോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ഇവിടെയാണ് ശരിക്കും ഇവിടെയാണ് ശരിക്കും നമ്മൾ ടച്ച് ചെയ്യുന്നത്. ഈ ഒരു സെൻഹൈസറിന്റെ ലോഗോ കൊടുത്തിരിക്കുന്നത് അവിടെയാണ് ശരിക്കും ടച്ച് കൺട്രോൾസ് ഒക്കെ വരുന്നത്. അതൊരു ഇത്തിരി സെൻസിറ്റീവ് ആണ്. ആക്ച്വലി അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയുമല്ല, പക്ഷെ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി വരാൻ, കാരണം ആദ്യമൊക്കെ ഞാനിത് ആദ്യത്തെ ദിവസമൊക്കെ യൂസ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ചുമ്മാ ചെവി വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കൈ ടച്ച് ആയിട്ട് സോങ് പ്ലേ ആവുകയും അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരുന്നു. സെൻസിറ്റിവിറ്റി അത്യാവശ്യം കുറച്ചുള്ള ശരിക്കും നല്ലതാണ്, പക്ഷെ നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആയി വരേണ്ട ഒരു സമയം എടുക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പക്കാണ്, ഭയങ്കര പ്രോപ്പറായിട്ട് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കിട്ടിലുമായിട്ട് വർക്ക് ചെയ്തോളൂ. അടുത്തതിന്റെ സൗണ്ട് ക്വാളിറ്റി ഫീച്ചേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്, ട്രാൻസ്പെറൻസി മോഡ് വരുന്നുണ്ട്, പിന്നെന്താ 24 ബിറ്റ് സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 3 ഫീച്ചേഴ്സും പക്കായിട്ട് അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഭയങ്കര കിട്ടിലുമായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതുപോലെ ട്രാൻസ്പെറൻസി മോഡും ശരിക്കും ട്രാൻസ്പെറൻസി മോഡിൽ എനിക്ക് ചെറിയൊരു സംഭവം എനിക്കൊരു ചെറിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ആപ്പിനകത്ത് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റുന്നത്, ആപ്പിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ആപ്പിന്റെ പേര് എന്ന് പറയുന്നത് സെൻഹൈസർ സ്മാർട്ട് കൺട്രോൾ എന്നാണ് ശരിക്കും ആപ്പിന്റെ പേര്. ആപ്പിന്റെ ഇന്റർഫേസ് നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് സെൻഹൈസറിന്റെ എല്ലാ ഡിവൈസസും, ഇപ്പോൾ സൗണ്ട് ബാർ ആണെങ്കിലും സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും വയർലെസ് ഹെഡ്ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്പിൽ തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ശരിക്കും ഇതിനകത്ത് വരും. അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഹെഡ്ഫോൺ ഏതാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇയർഫോണിനകത്ത് ഓരോ ഇയർഫോണിനകത്തും എത്ര ചാർജ് ഉണ്ടെന്ന് പറയും, ഈ കേസിനകത്ത് എന്തോരം ചാർജ് ബാക്കിയുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ കണക്ഷൻ മാനേജറിന്റെ ഏതൊക്കെ ഡിവൈസിൽ അറ്റ് എ ടൈം കണക്ട് ചെയ്തിരിപ്പുണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ മൈ സൗണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ ഇക്വലൈസർ ഉണ്ട്, പിന്നെ സൗണ്ട് പേഴ്സണലൈസേഷൻ ഒരു സംഭവം കിടപ്പുണ്ട്. അതിനകത്ത് ഇക്വലൈസറിനകത്ത് കയറിയാൽ നമുക്ക് ബാസ് ബൂസ്റ്റ് ചെയ്യാൻ ശരിക്കും ഞാൻ ഇക്വലൈസർ നോർമൽ കേസിൽ ഞാൻ ഏത് ഹെഡ്ഫോൺ ആണെന്നുണ്ടെങ്കിലും ഡിവൈസ് ആണെന്നുണ്ടെങ്കിലും എനിക്കൊരു എൻ്റെ ഒരു ഇക്വലൈസർ സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സിലാണ് ശരിക്കും ഞാൻ മിക്കവാറും കസ്റ്റമായിട്ട് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ പാട്ട് കേൾക്കുന്നത്. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഞാൻ കസ്റ്റം ചെയ്ത ഫ്ലാറ്റ് ആയിട്ട് കേട്ടിട്ട് പോലും ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിരുന്നു, ഭയങ്കര കിട്ടലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് അതിൻ്റെ ഒരു കസ്റ്റം സെറ്റിംഗ്സിൽ കേട്ടാൽ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇക്വലൈസർ സെറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ബാസ് ബൂസ്റ്റിനുള്ള ഒരു അതായത് ബാസ് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഒരു 5 ബാൻഡ് ഇക്വലൈസർ ശരിക്കും കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് കസ്റ്റം ചെയ്യാം. പിന്നെ ആ ടാബിൽ തന്നെ സൗണ്ട് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. ശരിക്കും അത് അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെവിയിൽ വെച്ചിട്ട് കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഹെഡ്ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം. പിന്നെ നെക്സ്റ്റ് പോകുമ്പോഴത്തേക്കാണ് ശരിക്കും അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതിനകത്ത് ശരിക്കും 3 സെറ്റിംഗ്സ് ഉണ്ട്, നമുക്ക് ഓഫ് ആക്കിയിടാം. ആന്റി വിൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, പിന്നെ അതൊരു വിൻഡ് മോഡാണ് ശരിക്കും, കാറ്റൊക്കെ ഒരുപാടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതിനകത്ത് വെച്ച് യൂസ് ചെയ്യാം. പിന്നെ നോർമലി ഓൺ ചെയ്തിരുന്ന ഒരു മോഡ് വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻസി ലെവൽ. സോ ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനെ പറ്റി ആക്ച്വലി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അല്ല, അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ്. അതായത് നമ്മൾ സറൗണ്ടിങ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതനുസരിച്ച് നോയ്സ് ക്യാൻസലേഷൻ പ്രോപ്പറായിട്ട് അതനുസരിച്ച് ഡൈനാമിക് ആയിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത ചില സംഭവം, നോർമലി നമ്മൾ ഈ ANC ആക്റ്റീവ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെവിക്കുള്ളിൽ തലയിൽ ഒരു ഹോളോ ഫീൽ അല്ലെങ്കിൽ ഒരു വാക്കം, ഒരു സഫോക്കേഷൻ പോലെ ശരിക്കും ചില ഹെഡ്ഫോണുകൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അത് ഒരു പരിധിയല്ല നന്നായിട്ട് അത് കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് ANC ഓൺ ആക്കിയിടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വാക്വം ഫീൽ ഒരു ലിമിറ്റിനപ്പുറം ശരി ഉണ്ട്, എന്നാലും ഒരു ലിമിറ്റിനപ്പുറം അത് ഫീൽ ചെയ്യുന്നില്ല. സെൻഹൈസറിന് തന്നെ സിഗ്നേച്ചർ സൗണ്ട് ശരിക്കും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്ക ഹെഡ്ഫോണുകളിൽ ഈ സിഗ്നേച്ചർ സൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് മീൻസ് നല്ല എഫക്റ്റിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ ANC കേട്ടെങ്കിൽ ശരിക്കും നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ANC ഓഫ് ആക്കി ഇട്ടാൽ പോലും ആ സിഗ്നേച്ചർ സൗണ്ടിന്റെ ക്വാളിറ്റി ലോസ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ANC സ്വിച്ച് ആവുന്നല്ലാതെ ആ സൗണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് വലിയൊരു ലോസ് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ക്വാളിറ്റി ബ്രില്യൻ്റ്ലി ഒപ്റ്റിമൈസ് ചെയ്യാൻ ശരിക്കും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിലപ്പോൾ നമ്മൾ ചില പാട്ടുകളോ അല്ലെങ്കിൽ ഈ ഒരു പാട്ടിന്റെ ഇടയ്ക്കൊക്കെ ഒരു വൈറ്റ് നോയ്സ് എന്ന് പറഞ്ഞ സൗണ്ട് കയറി വരുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു വൈറ്റ് നോയ്സ്, അതും ഒരു കൺസിഡറബിളി നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയൊക്കെയാണ് അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നത്. നെക്സ്റ്റ് ആപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് ട്രാൻസ്പെറൻസി മോഡ് വരുന്നത്. ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആംബിയൻ മോഡില്ല, അതായത് നമ്മൾ സറൗണ്ടിങ്സിലെ സൗണ്ട് നമുക്ക് ഹെഡ്ഫോണിലൂടെ കേൾപ്പിച്ചിരുന്ന സംഭവം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെഡ്ഫോൺ ചെവി വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള നോയ്സ് കേൾക്കാതിരിക്കുന്ന അവസ്ഥ വരുന്നില്ല, സൗണ്ട് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് 3 ലെവൽ സെറ്റ് ചെയ്യാം, ലോ മിഡ് ഹൈ എന്നുള്ള ലെവൽ സെറ്റ് ചെയ്യാം. അതിൽ തന്നെ വീണ്ടും നമുക്ക് ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഫോൺ കോൾസ് വരുമ്പോഴത്തേക്ക് ഈ ട്രാൻസ്പെറൻസി മോഡ് എങ്ങനെ ഓരോ ലെവൽ ലോ മിഡ് ഹൈ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. പിന്നെ ട്രാൻസ്പെറൻസി മോഡ് ആക്റ്റീവ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക് മ്യൂസിക് പോസ് ചെയ്യണോ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ പോസ് ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് നമ്മൾ ആക്റ്റീവ് ആക്കുമ്പോഴത്തേക്ക് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മ്യൂസിക് പോസ് ആവും. അപ്പോൾ ഈ ട്രാൻസ്പെറൻസി മോഡ് ശരിക്കും അത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് ചെറിയൊരു നെഗറ്റീവ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൂടെ പോകുമ്പോഴത്തേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനിന്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഈ വിൻഡിന്റെ സംഭവം ഉണ്ടല്ലോ, ആ കാറ്റിന്റെ സംഭവം ശരിക്കും ട്രാൻസ്പെറൻസി മോഡ് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് മൈക്കിലൂടെ, അതായത് നമ്മളെ ഹെഡ്ഫോണിലെ മൈക്കിലൂടെ സൗണ്ട്സ് ശരിക്കും എടുത്തിട്ട് നമുക്ക് ചെവിക്ക് ഉള്ളിലേക്ക് കേൾപ്പിച്ച് തരികയാണ് ശരിക്കും ട്രാൻസ്പെറൻസി മോഡിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല വിൻഡുള്ള സ്ഥലത്തും എല്ലാം നിൽക്കുകയാണെങ്കിൽ ഈ കാറ്റിന്റെ ശബ്ദം നന്നായിട്ട് പിടിച്ച് നമുക്ക് ചെവിയിലേക്ക് കേൾപ്പിച്ച് തരും. അതാണ് എനിക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്.
പിന്നെ നെക്സ്റ്റ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ടച്ച് കൺട്രോൾസ്, അതായത് ഇതിനകത്ത് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള സംഭവം നമുക്ക് ആക്റ്റീവ് ആക്കാം. അതിനകത്ത് ശരിക്കും നല്ല രീതിയിലാണ് കസ്റ്റമൈസേഷൻ ശരിക്കും ടച്ച് കൺട്രോൾസിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റൈറ്റും ലെഫ്റ്റും ഹെഡ്ഫോണിലെ ടച്ച് കൺട്രോൾസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ലെഫ്റ്റ് ഹെഡ്ഫോണിൽ 1 ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻസി മോഡും ANC മോഡും സ്വിച്ച് ചെയ്യുന്നതാണ് 1 ടാപ്പിൽ സംഭവിക്കുന്നത്. റൈറ്റ് ഹെഡ്ഫോണിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോങ് പോസ് ആവുകയും പ്ലേ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ പ്രീവിയസ് സോങ്, റൈറ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റ് സോങ്. ലെഫ്റ്റിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കും, റൈറ്റിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ വോളിയം റൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൂടാതെ പിന്നെ ട്രിപ്പിൾ ടാപ്പ് ഉണ്ട്. ഈ ഓരോ സംഭവങ്ങളും, അതായത് ഈ ഓരോ കസ്റ്റമൈസേഷൻ നമുക്ക് ഇതിപ്പോൾ ഡിഫോൾട്ട് ഇതിനകത്ത് കിടന്ന കസ്റ്റമൈസേഷൻ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ നോർമൽ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്താണ്. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ കോൾ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ കോൾ വരുമ്പോഴത്തേക്കും ഈ ടച്ച് കൺട്രോൾസ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. സോ അപ്പോൾ കസ്റ്റമൈസേഷൻ ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ്. കാരണം നമുക്ക് ആവശ്യം വേണ്ടുന്ന എല്ലാ സെറ്റിംഗ്സും നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് ചില ഹെഡ്ഫോണുകളിൽ നമുക്ക് വേണ്ടുന്ന ചില സാധനങ്ങൾ മാറ്റിയിട്ടായിരിക്കും നമുക്ക് വേറെ സാധനം കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഈ ഹെഡ്ഫോണിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൺട്രോൾസും നമുക്ക് ഈ 2 ഹെഡ്ഫോണിലെ ടച്ച് കൺട്രോൾസിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. നെക്സ്റ്റ് നമുക്ക് ആപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മൾ ചെവിയിൽ വെച്ചിട്ട് ഇതിന്റെ ഫിറ്റ് മീൻസ് കറക്റ്റ് ആയിട്ട് നമ്മളൊരു സൗണ്ട് ക്വാളിറ്റി മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവം ശരിക്കും കൊടുത്തിട്ടുണ്ട്. അതാണ്. പിന്നെ ഏറ്റവും താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് സൗണ്ട് സോൺസ് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മളിപ്പോൾ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മുടെ ഹെഡ്ഫോൺ എങ്ങനെയാണ് വർക്ക്, അതായത് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന സൗണ്ട് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യണം, വേറെ ലൊക്കേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ സൗണ്ട് ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യണം. ആ സാധനം നമുക്ക് ലൊക്കേഷൻ, അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ മാറുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റിംഗ്സ് സ്വിച്ച് ആയിട്ട് ഹെഡ്ഫോൺ വർക്ക് ചെയ്യും. സോ ഈ പറഞ്ഞ സെറ്റിംഗ്സ് എല്ലാം ഒരു ടാബിൽ വരുന്നത്. ഇത് കൂടാതെ പിന്നെ ഇതിന്റെ ആപ്പിന്റെ ബോട്ടം സൈഡിലായിട്ട് ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും എൻഡിലായിട്ട് സെറ്റിംഗ്സ് ഒരു ടാബ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാം, അതായത് ഹെഡ്ഫോണിന്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഓഡിയോ റെസൊല്യൂഷൻ, അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് വേണോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ഒരു ലോ ലേറ്റൻസി മോഡ് എന്നുള്ളത്, ആ ലോ ലേറ്റൻസി മോഡ് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം. പിന്നെ ഹൈ റെസൊല്യൂഷൻ, പിന്നെ ലോസ്ലെസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓഡിയോ റെസൊല്യൂഷൻ എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത് വരുന്ന ബാറ്ററിയുടെ കുറച്ച് സെറ്റിംഗ്സ് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം, ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനും കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ സ്മാർട്ട് പോസ് എന്ന് പറയുന്നത് നമ്മൾ ചെവിയിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് പോസ് ആവുകയും ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് വീണ്ടും ആക്റ്റീവ് ആവുന്ന ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. ഓട്ടോ കോൾ അക്സെപ്റ്റ്, അതായത് നമുക്ക് ഒരു കോൾ വന്ന് നമ്മൾ ഈ കേസ്, അതായത് ഹെഡ്ഫോണിന്റെ കേസിൽ നിന്ന് ഹെഡ്ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി കോൾ അക്സെപ്റ്റ് ആവും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ബട്ടൺ എടുക്കാൻ നമ്മൾ കേസിൽ നിന്ന് ഹെഡ്ഫോൺ എടുത്ത് നമ്മൾ ചെവി വെക്കുന്ന ടൈം കൊണ്ട് തന്നെ കോൾ അക്സെപ്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഓൺ ആക്കിയിടാം. പിന്നെ വരുന്നത് ഓട്ടോ പവർ ഓഫ്, അതായത് ഇത്ര സമയം കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന തന്നെ ഓഫ് ആയി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഈ പറയുന്നത് വോയിസ് കമാൻഡ്സ് ആക്റ്റീവ് ആക്കാനും ഓഫ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനും ശരിക്കും ഇത്രയാണ് ആപ്പിനകത്ത് സെറ്റിംഗ്സ് വരുന്നത്. അതുകൂടാതെ ബാക്കി സൗണ്ടിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രക്ഷ യാതൊരു രീതിയിലെ കോംപ്രമൈസ്, പറഞ്ഞ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ANC കാര്യത്തിലാണെങ്കിലും ഈ ട്രാൻസ്പെറൻസി മോഡിലാണ് എല്ലാം പ്രോപ്പർലി ബ്രില്യൻ്റ്ലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ശരിക്കും ഹെഡ്ഫോണിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു 20K റേഞ്ചിലുള്ള ഒരു പ്രീമിയം TWS അന്വേഷിക്കുന്നവർ ഞാൻ ശരിക്കും കംപ്ലീറ്റ്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹെഡ്ഫോൺ ആണ്. കറന്റ് ആസ് ഓഫ് നൗ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഹെഡ്ഫോൺ ആണ് ഈ മൊമെന്റം 4 TWS സെൻഹൈസറിന്റെ. കളറിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കളർ, ഇതൊരു ശരിക്കും ഒരു ഫെയ്ഡഡ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ, ആ ഒരു രീതിയിലും ആ ഗ്രേയും ഈ പറയുന്ന ഒരു കോപ്പർ ഫിനിഷുമായിട്ട് ശരിക്കും ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇത് കൂടാതെ കംപ്ലീറ്റ്ലി ബ്ലാക്കും സിൽവറും വരുന്ന ഒരു കളറുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഒരു ഗ്രേഷ് വൈറ്റും സിൽവറും വരുന്ന അങ്ങനെ 3 മോഡലാണ് ശരിക്കും ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, പിന്നെ ചാർജിങ്ങിന്റെ കാര്യം അത്യാവശ്യം നമ്മൾ ഫോണിന്റെ ചാർജസ് യൂസ് ചെയ്ത് തന്നെ ചാർജ് ചെയ്യാൻ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 hours ആണ് ശരിക്കും സെൻഹൈസർ ബാറ്ററി ബാക്കപ്പ് പ്രോമിസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ കിട്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ എത്ര മണിക്കൂർ കറക്റ്റായിട്ട് ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല. എന്നാലും ഒരു 10-12 മണിക്കൂറിൽ കുറയാതെ ഞാൻ എന്തായാലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ എനിക്ക് ബാറ്ററി ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ചാർജ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുപോലെ മൈക്രോഫോണിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. ആക്ച്വലി മൈക്രോഫോണിന്റെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പറായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കോളെല്ലാം വിളിച്ച് നോക്കി, ഞാൻ പറയുന്ന അവർക്കും അവർ പറയുന്നില്ല എനിക്കും കൃത്യമായിട്ട് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട്. മൈക്രോഫോണിന്റെ കാര്യത്തിലും നോ ഇഷ്യൂസ്. അപ്പോൾ സെൻഹൈസർ മൊമെന്റം TWS4ന്റെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. കമന്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയാണ്. ദാറ്റ്സ് ഇറ്റ്. ബൈ.